കുറച്ച് ബീട്രൂട്ട് തൊലിയൊക്കെ ചെത്തിയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. വ്യായാമമൊക്കെ ചെയ്യാൻ പോകുന്നവർ വ്യായാമം ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളൊക്കെ കുറച്ചുകൂടി വികസിപ്പിച്ച് ശരീരത്തിൽ പേശികളിലേക്ക് ധാരാളമായിട്ട് ഓക്സിജൻ എത്താൻ സഹായിക്കുകയും നമുക്ക് കൂടുതൽ ഉന്മേഷം തോന്നുകയും കൂടുതൽ സമയം വ്യായാമം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ബീട്രൂട്ടിൽ ധാരാളം ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. ഹീമോഗ്ലോബിനൊക്കെ കുറഞ്ഞ ആളുകളിൽ ഇത് ജ്യൂസ് കുടിച്ചാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ബീട്രൂട്ടിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ചർമ്മത്തിലെ കോശങ്ങളുടെ ചുളിവുകൾ മാറ്റാനും മുഖക്കുരു പോലെയുള്ളത് തടയാനും സഹായിക്കും. നമ്മുടെ ദഹന പ്രക്രിയയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമുക്ക് ഈ ബീട്രൂട്ട് ജ്യൂസ് അടിക്കുന്നതിൻ്റെ കൂടെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഇതിലൂടെ നമുക്കൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ബീട്രൂട്ട് ജ്യൂസിൽ ധാരാളം നൈട്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഈ ജ്യൂസ് കുറച്ച് ഒരു ടീസ്പൂൺ എടുത്ത് മുഖത്ത് തേക്കുകയാണെങ്കിൽ നമ്മുടെ മുഖക്കുരുവിനെയെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. നമുക്ക് ഈ ജ്യൂസ് 3 തരത്തിൽ കുടിക്കാം. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് കുടിക്കാം. അടുത്ത ഗ്ലാസ്സിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നോക്കാം, ഡൈലൂട്ട് ചെയ്തിട്ട് കുടിക്കാം. അടുത്ത് നമുക്ക് കുറച്ച് പാല് ചേർത്തിട്ട് കുടിക്കാം. താങ്ക് യു.